5 മിനിറ്റ്സിലോട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ 5 മിനിറ്റ്സ് ഇട്ട് വെച്ചു. ഐ മീൻ ഇതൊന്നും ഇനി നമുക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിതിന് ശേഷം ബ്രേക്ക് വന്നു, ഒരു സിങ് ക്രിയേറ്റ് ചെയ്തു, സിങ് ലോ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചു. 5 മിനിറ്റ്സിലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്തോ? നമുക്ക് എൻട്രി കിട്ടിയോ? നമ്മൾ സാധാരണ ടാർഗറ്റ് എന്താ ഇതിൻ്റെ മുകളിലാണ്. എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ സിങ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുകളിൽ വയ്ക്കും അല്ലേ? സാധാരണ യൂഷ്വൽ ടാർഗറ്റാണ് ഞാൻ പറഞ്ഞത്. സിങ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുകളിൽ വയ്ക്കും. കിട്ടിയോ? മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് പഠിച്ചോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആയപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. ബാക്ക് ടെസ്റ്റ് ചെയ്യാനില്ല. കാരണം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയാണെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഇത് ക്ലിയർ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൻ്റെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഐ മീൻ ചെറിയ ഒരു പോർഷൻ മാത്രമാണ്, ടൈം ഫ്രെയിമിലെ ചെറിയൊരു പോർഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് എന്തുകൊണ്ടാണ് മറ്റേ സ്ട്രാറ്റജി ചെയ്യുന്ന പോലെയല്ല. അത് എന്താണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ്? നമ്മൾ സ്ട്രാറ്റജി ചെയ്യുന്ന പോലെയല്ല. കാരണം നിങ്ങളൊരു സെറ്റപ്പിലേക്ക്, നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയുടെ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതും കൺഫ്യൂഷനായോ? നേരെ ഒന്നുകൂടി ഞാൻ പോവാം. 1 അവറിലേക്ക് പോകുന്നുണ്ട്. വൺ അവറിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു? ഒരു സിങ് കിട്ടി ഇല്ലേ? ഒരു സിങ് കിട്ടി. ഇവിടെ സിങ് കിട്ടി. ആ സിങ് എങ്ങനെ കിട്ടിയത്? ഇതിന് പല കാര്യങ്ങളുണ്ട്. അപ്പം നേരത്തെ ചോദിച്ച ഇത് തന്നെ പറയും, എങ്ങനെയാണ് സിങ് കിട്ടിയിരുന്നത്. അതിനാണ് ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞത് അതാണ്. കാരണം ഇതൊരു സപ്പോർട്ടാണ്. സപ്പോർട്ടാണ് അല്ലേ? ഇതൊരു സപ്പോർട്ടല്ലേ? ഈ ലൈനൊരു സപ്പോർട്ടല്ലേ? ലാസ്റ്റ് ഇത് വരുന്നത് ഇതൊരു സപ്പോർട്ട്. ഇതെന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹയർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതൊരു മൈനറാണ്, ഇതൊരു ഹയർ ആണ്. ആണല്ലോ അല്ലേ? അപ്പോൾ ഇത് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തിരിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മൾ മുകളിൽ പോയി ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി. എല്ലാവരും കണ്ടു ഇല്ലേ? താഴോട്ടേക്ക് ഇറങ്ങി. 3 ക്യാൻഡിൽ ഇറങ്ങി. 3 ക്യാൻഡിൽ കണ്ടോ? 3 ക്യാൻഡിൽ കണ്ടില്ലേ? 3 ക്യാൻഡിൽ കണ്ടില്ലേ? 3 ക്യാൻഡിൽ കണ്ടു. 1, 2, 3 3 ക്യാൻഡിൽ കണ്ടു. 3 ക്യാൻഡിൽ എന്ന് വെച്ചാൽ 3 ക്യാൻഡിൽസ് ഫുൾ ബാക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു 3 ക്യാൻഡിൽ കാണുന്ന സമയത്ത് തിരിച്ച് 1, 2, 3 ഇത് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് എന്ന് വെച്ചാൽ സെല്ലിങ് ക്യാൻഡിലാണ് കേട്ടോ. ഞാൻ വൈറ്റ് ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് റെഡ് കാണുന്നത്. മറ്റേ ക്യാൻഡിൽ വൈറ്റ് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ 1, 2, 3 ക്യാൻഡിൽ വന്ന സ്ഥിതിക്ക് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഒന്ന് മാർക്ക് ചെയ്തു. ഞാനിവിടെ മാർക്ക് ചെയ്തു. പിന്നെ എന്താണ് അതിൻ്റെ തൊട്ട് താഴെ എന്താണ്? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഇല്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടു. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടു. അത് മാർക്ക് ചെയ്ത് അവിടെ ഇട്ടു. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റിലേക്ക് പെട്ടെന്ന് ഇത് ക്വിക്കായിട്ട് എടുക്കേണ്ട ഡിസിഷൻ. 15 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു 1 അവറിലേക്ക് 15 മിനിറ്റിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് കാണാം. പോയി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം ഇതിപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള കാര്യം മാത്രമാണ്. ഞാൻ എന്ത് ചെയ്തു? 15 മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്തു. 5 മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലായത്? 5 മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെയാണ് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? 1 അവറിൽ ഞാൻ ഇവിടെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വന്ന് 3 ക്യാൻഡിൽ ഫുൾ ബാക്സ് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 1 അവറിൽ ഞാനിവിടെ നോട്ട് ചെയ്തു. പിന്നെ അവിടേക്ക് റീടെസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ നോട്ടം. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ക്ലിയർ ആയോ? ആർക്കും ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ നമ്മൾ അവിടേക്ക് റീടെസ്റ്റ് വരുന്നതാണെന്നുള്ള എൻ്റെ നോട്ടം. കാരണം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് റീടെസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോട്ടം. ഓക്കെ, ഇനിയിപ്പോൾ അത് കൺഫ്യൂഷനായി നിങ്ങൾക്ക്. ഈ നോക്കുക, ഇത് സെയിം പാറ്റേൺ തന്നെ 50 മിനിറ്റ്സിൽ വന്നിട്ടുണ്ട് അല്ലേ? നേരത്തെ അവിടെ നേരത്തെ നോക്കി ഓട്ടോമാറ്റിക്. നേരത്തെ 1 അവറിലായിരുന്നു. ഇപ്പോൾ അത് 50 മിനിറ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ കാണിച്ചത് കാണാം. ഇങ്ങനെയാണല്ലോ നേരത്തെ വന്നത് അല്ലേ? ഇങ്ങനെയാണല്ലോ വന്നത് അല്ലേ? 1 അവറിൽ വന്നത് ഈ പാറ്റേൺ അല്ലേ? 50 മിനിറ്റ്സിൽ വന്നു അല്ലേ? ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു. നിങ്ങൾക്ക് വിസിബിൾ ആയിരുന്ന ഏരിയയ്ക്ക് ഞാൻ വരയ്ക്കുന്നു. ഇങ്ങനെ പാറ്റേൺ വന്നു. ഇത് പിടിക്ക് വന്നു അല്ലേ?
യെസ്. വന്നില്ലേ? വന്നു. ഓക്കെ. ഇതേ പാറ്റേൺ തന്നെ 5 മിനിറ്റ്സിലും വന്നിട്ടുണ്ട് ഇല്ലേ? അല്ല 50 മിനിറ്റ്സിലും വന്നല്ലേ? ഓക്കെ. ഇവിടം വരെ അറിയുള്ളൂ എന്ന് വിചാരിക്കാം. ഇവിടം വരെ അറിയുള്ളൂ നമുക്ക് കേട്ടോ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതെന്താണ്, നമുക്കിവിടെ എന്താണ്, ഇവിടെ ഇതെന്താണ്, സ്ട്രക്ചർ ചേഞ്ച് വന്നു. അതിൻ്റെ തൊട്ട് മുകളിൽ എന്താണ്, ഹൈ ആയിരുന്നു അല്ലേ? ഹൈ സ്ട്രക്ചർ, ഐ മീൻ ഹയർ ഹൈ ആയിരുന്നു അവിടെ വന്നു. അപ്പോൾ എന്താണ് ഇത് രണ്ടും, എന്താണ് ഇത് രണ്ടും, നമുക്ക് എന്താണ് ആ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇത് രണ്ടും എന്തായി? ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് രണ്ടും എന്തായി? ഇതും എന്തായി? ഇതെന്തായി? സപ്പോർട്ടായി. ആ സപ്പോർട്ടിലേക്ക് തിരിച്ചറിഞ്ഞോ? റീടെസ്റ്റ് ചെയ്തോ? റീടെസ്റ്റ് ചെയ്തില്ലേ? റീടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് എടുക്കലല്ല, ഞാനിപ്പോൾ റീടെസ്റ്റ് ചെയ്തു. ഞാൻ 15 മിനിറ്റിലാണ്, ഞാൻ വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റിലാണ് റീടെസ്റ്റ് ചെയ്തു. ആദ്യത്തെ റീടെസ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന റീടെസ്റ്റ് വന്നിരിക്കുന്ന ക്യാൻഡിൽ ഇതാണ് 15 മിനിറ്റിലാണ്. ഞാൻ നേരെ 5 മിനിറ്റ്സിലോട്ട് പോയി നോക്കട്ടെ കിട്ടുമെന്ന്. ആദ്യത്തെ റീടെസ്റ്റ് ഈ ക്യാൻഡിലാണ് അല്ലേ? ആദ്യത്തെ എന്താണ്? ആദ്യത്തെ ഇതാണ് അല്ലേ? ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് അതേ ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നു. വീണ്ടും റീടെസ്റ്റ് വന്നു. നമ്മളിപ്പോൾ ഏരിയയിൽ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ലോയിൽ വയ്ക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ എന്തായാലും സംഭവിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ലോയിൽ വയ്ക്കുകയാണ്, നമ്മൾ ഇതിൽ വയ്ക്കുകയാണ്. എവിടെയാണ് നമ്മൾ ടാർഗറ്റ് വയ്ക്കുന്നത്? ഇതായിരിക്കും, ഈ ഹൈ ആയിരിക്കും ടാർഗറ്റ് വയ്ക്കുന്നത് അല്ലേ? ഹൈ ബ്രേക്ക് ചെയ്തോ? കേട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ്? ഞാൻ 1 മിനിറ്റിലേക്ക് കാണിക്കാത്തതെന്ന് വെച്ചാൽ 1 മിനിറ്റിലേക്ക് ഇത്തിരി കൂടി നല്ല എൻട്രി കിട്ടും. കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് അറിയാലോ, ചാർട്ടിന് കപ്പാസിറ്റി ഉണ്ട്. ചാർട്ടിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞ ഒരു ഏരിയയിലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഞാൻ അതുകൊണ്ടാണ് 1 മിനിറ്റിലേക്ക് കാണിക്കാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് നടത്തണം? നമ്മൾ പഠിച്ചത് വെച്ചിട്ട് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് നടത്തണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സപ്പോർട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ട്രെൻഡ് ലൈൻ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ അല്ലേ? ഈ ട്രെൻഡ് ലൈൻ ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു മേജർ സപ്പോർട്ടാണ്. ഉദാഹരണത്തിന് ഇതൊരു മേജർ സപ്പോർട്ടാണ് വിചാരിക്കുക. ഇത് മേജർ സപ്പോർട്ടാണ് 50 മിനിറ്റ്സിൻ്റെ. ഈ ട്രെൻഡ് ലൈൻ എങ്ങനെ വർക്ക് ആവണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. 50 മിനിറ്റ്സിൻ്റെ മേജർ സപ്പോർട്ടാണ് അല്ലേ? ആണല്ലോ അല്ലേ? ഇത് മേജർ സപ്പോർട്ടല്ലേ? 50 മിനിറ്റ്സിൻ്റെ മേജർ സപ്പോർട്ടാണ്. 50 മിനിറ്റ്സിൻ്റെ ലോ ഏതാണ്? മേജർ ലോ എന്ന് പറയുന്നത് ഇതുമാണ്. ഒരു മേജർ ലോ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മൈനറല്ല, മേജർ ലോ എടുക്കുന്നത്. ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തു? ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കളയട്ടെ, എനിക്കൊരു കൺഫർമേഷൻ ഉണ്ട്. ഓക്കെ, ഇതെന്താണ്? ഇത് മേജർ ലോ ആണ്, ഇത് മേജർ ഹൈ ആണ്. ഇതതിൻ്റെ മൈനറാണ് കേട്ടോ. മൈനർ ഞാൻ കാണിച്ചത്. മൈനറാണ്, കണ്ടല്ലോ അല്ലേ? അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. മേജർ ലോയും കിട്ടി, മേജർ ഹൈയും കിട്ടി. എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക അല്ലേ? വരച്ചുകൊണ്ടിരിക്കുക. കാരണം എങ്ങനെയാണ് ഈ മേജർ ഹൈ കിട്ടുന്നത്? ഈ ഫുൾ ബാക്കിലാണ് മേജർ ഹൈ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റും, മേജർ ഹൈ എന്ന് പറയാൻ പറ്റും? ഇല്ലല്ലോ. ഇല്ല. മേജർ ഹൈ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ മേജർ ലോ എങ്ങനെ കിട്ടുന്നത്? ഈ ഫുൾ ബാക്കിലാണ് കിട്ടുന്നത് അല്ലേ? ഫുൾ ബാക്കിലാണ് കിട്ടുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സമയം ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ഫുൾ ബാക്കും മേജർ ലോയും മേജർ ഹൈയും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ട്രെൻഡ് ലൈനുകൾ കിട്ടുക. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ എന്താണ് ആദ്യത്തെ പരിപാടി? എന്താണ്? ഞാനിപ്പോൾ പച്ച ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി ഇല്ലേ? കിട്ടിയോ? കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് താഴോട്ട് റീടെസ്റ്റ് വന്നു. ഇതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. റീടെസ്റ്റ് എവിടെ വന്നിരിക്കുന്നത്? ഈ ഒരു സപ്പോർട്ടിൽ വന്നു അല്ലേ? ഈ രണ്ടിൻ്റെയും നടുവിലുള്ള സപ്പോർട്ടിൽ വന്നു അല്ലേ? സപ്പോർട്ടിൽ ഒന്ന് മുകളിലോട്ട് പോയി യൂഷ്വലി എന്താ ചെയ്യേണ്ടത്? യൂഷ്വലി ഈ മേജർ എന്താണ് ചെയ്യേണ്ടത്? മേജറിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകണം അല്ലേ? മുകളിലോട്ട് പോകണം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം.
മോളോട്ട് പോകണം. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? മേജറിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നിരുന്നു. താഴോട്ട് വരുമ്പോൾ നമുക്കറിയോ, താഴോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് ട്രെൻഡ് ലൈൻ വർക്കാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. താഴോട്ട് വരുമ്പോൾ നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ താഴോട്ട് പോകും എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ? കൺഫേം ചെയ്യണമെങ്കിൽ എന്താണ്, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലോ നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ ലോ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ അറിയാം കറക്റ്റ് എന്താണ് ഇവിടെ വന്നിട്ട് ഈ ലോയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ സപ്പോർട്ടിൽ വന്നിട്ട് ഒന്നല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ സപ്പോർട്ടിൽ വന്നിട്ട്, കാരണം ഇതിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലോയിൽ വന്നിട്ട് കയറിപ്പോയി. അപ്പോൾ എന്താണ് ആ ട്രെൻഡ് ലൈൻ വർക്കൗട്ടായോ? ഇല്ല. Yes. ഇല്ലല്ല ഇല്ല. ഇല്ല, മാറ്റി നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ അടുത്ത ലോ ഏതാണ്? ഇതാണ്. അല്ല, അടുത്ത ഹൈ ഏതാണ്? ഇതിലും ഇത് തന്നെയല്ല സംഭവിച്ചിരിക്കുന്നത്. ട്രെൻഡ് ലൈൻ വർക്കൗട്ടായോ? ഇല്ലല്ലോ. ഇല്ല. ബ്രേക്ക് ചെയ്തില്ലേ? എന്താണ് ഇത്? ബ്രേക്ക് ചെയ്തു. ഹൈനെ ബ്രേക്ക് ചെയ്തു, ഒരു തവണ ബ്രേക്ക് ചെയ്തു, രണ്ടാമത്തെ തവണ ബ്രേക്ക് ചെയ്തു, താഴത്തേക്ക് വന്നു. താഴത്തേക്ക് വന്നുമ്പോൾ എന്താണ് ഈ ഹൈ ക്രിയേറ്റ് ചെയ്ത്? ഏതാണ് ഏറ്റവും വലിയ ഹൈ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലോ ഏതാണ്? ഇതാണ്, അല്ലേ? Yes. അല്ലേ? അതെ. റീടെസ്റ്റ് വന്നോ? നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം റീടെസ്റ്റ് വന്നോ? കിട്ടിയോ? കിട്ടിയോ? Yes, കിട്ടി. എവിടെയായിരിക്കണം നമ്മുടെ? ഇതല്ലേ നമ്മുടേത്, അല്ലേ? ഇവിടുന്നല്ലേ തുടങ്ങിയത്? അതെ. ഇവിടുന്നല്ലേ തുടങ്ങി. ഇവിടുന്ന് നമ്മൾ വരച്ച് തുടങ്ങിയത്. ആക്ച്വലി മാർക്കറ്റ് തുടങ്ങിയത് ഇവിടുന്നാണ്, അല്ലേ? വലിയ ട്രെൻഡ് ലൈൻ തുടങ്ങിയത് ഇവിടുന്നാണ്, അല്ലേ? ഇവിടെ വലിയ ട്രെൻഡ് ലൈൻ തുടങ്ങിയത് ഇവിടുന്നാണ്. നമുക്ക് അത്രയൊന്നും വയ്ക്കാൻ പറ്റില്ല. എന്തോട്ട് വയ്ക്കാൻ പറ്റില്ല? അത്രയും വലിയ ട്രെൻഡ് ലൈനൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഇതെന്താണ്? ഒന്നുകൂടി നോക്കണം. ഇതെന്താണ്? ട്രെൻഡിനെ അഗേൻസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? ട്രെൻഡിനെ അഗേൻസ്റ്റ് അല്ല എടുക്കുന്നത്, അല്ലേ? ട്രെൻഡിനെ അഗേൻസ്റ്റ് ആണ് എടുക്കുന്നത്. കാരണം എപ്പോഴും നോക്കണം നമ്മൾ എന്താണ് ഏറ്റവും മേജറായ ഈ മേജർ എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ടൈം ഫ്രെയിമിൻ്റെ മേജറാണ് കേട്ടോ. 15 മിനിറ്റിൻ്റെയാണ്. ഇപ്പോൾ 1 ഹവറിൻ്റെ അല്ലെങ്കിൽ 4 ഹവറിൻ്റെ അല്ലെങ്കിൽ ഡേ മേജറുകളൊക്കെ അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടാവും. എന്നാലും നമുക്ക് കിട്ടിയോ? സംഭവം കിട്ടിയോ? നമുക്ക് ഇവിടെ വരെ കിട്ടിയോ? ബാക്കിയുള്ള പോയിക്കോട്ടെ, നമുക്ക് ബാക്കിയുള്ള പോയിക്കോട്ടെ. കിട്ടിയോ? ഇപ്പം എന്തിനാണ് ഇത്രയും കാലത്തൊക്കെ പഠിപ്പിച്ചെന്ന് മനസ്സിലായോ? മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം എന്താണ്? കൺഫ്യൂഷൻ ആയില്ലേ ഇപ്പം മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ എല്ലാവർക്കും? ഒന്നുമില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല, അതാണ് കാര്യം. ഇത് വെച്ചാൽ ഇനിയിപ്പോൾ ഈസി ആയിട്ട് ഞാൻ പറയാം. ഇതിപ്പോൾ ഈ ട്രെൻഡ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് അപ്പ് ട്രെൻഡാന്നുള്ളത് മനസ്സിലായി ഇല്ലേ? ഇതൊരു ഫുൾ ബാക്ക് ആണെന്നുള്ളത് മനസ്സിലായി ഇല്ലേ? അപ്പോൾ ഫുൾ ബാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ മാർക്കറ്റ് വരികയാണ്. എനിക്കിപ്പോൾ ട്രേഡ് എടുക്കണം. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് പറയാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് വരികയാണ്, അപ്പോൾ എനിക്ക് ട്രേഡ് എടുക്കണം. അപ്പോൾ ഞാൻ നോക്കുകയാണ്, ഇതിപ്പോൾ അപ്പ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു ഷിഫ്റ്റ് കിട്ടി. ഓക്കെ, അവിടെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ മുന്നുള്ള സ്ട്രക്ചർ ചേഞ്ച് എവിടുന്നാന്നുള്ളത് നോക്കും. എന്താണ് ആദ്യം വന്നിരിക്കുന്ന സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. എവിടെ വരെ വന്നിട്ടുണ്ട്? ഇവിടം വരെ വന്നിട്ടുണ്ട്, അല്ലേ? ആണല്ലോ, അല്ലേ? അപ്പം ഞാൻ വരച്ചിടുകയാണ് 50 മിനിറ്റ്സ് മേജർ. എന്താണ് ഞാൻ എഴുതി വയ്ക്കുകയാണ്? 50 മിനിറ്റ്സ് മേജർ സപ്പോർട്ട്. ഇതല്ല ഏറ്റവും വലിയ മേജറായിട്ട് വന്നിരിക്കുന്ന സപ്പോർട്ട്. ഞാൻ അതിൻ്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് 50 മിനിറ്റ്സ്. പക്ഷേ 50 മിനിറ്റ്സ് മാത്രമായിരിക്കില്ല, 1 ഹവറിൻ്റെ കൂടി ആയിരിക്കും, അല്ലേ? ആയിരിക്കുന്നല്ല, അല്ലേ? എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ എന്താണ് വന്നിരിക്കുന്നത്? ഈ ഒരു ഏരിയ 1 ഹവറിൻ്റെ മേജർ സപ്പോർട്ട്, അല്ലേ? ആണല്ലോ, ഇവിടുന്ന് കയറിപ്പോയത്, അല്ലേ? 1 ഹവർ മേജർ സപ്പോർട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് എടുത്തില്ല എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഇത് റീടെസ്റ്റ് ചെയ്ത് വന്നതാണ്. റീടെസ്റ്റ് ചെയ്ത് വെച്ചാൽ മൈനർ സ്ട്രക്ചറിനെ റീടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് എടുക്കാത്തത്. മൈനർ സ്ട്രക്ചർ റീടെസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ, മൈനർ സ്ട്രക്ചർ റീടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഓക്കെ, ഇതെന്താ ആയി? ഞാനിപ്പോൾ മാർക്കറ്റിൽ വന്നു. ഞാൻ 50 മിനിറ്റ്സിലോട്ട് തന്നെ പോവാം. അവിടെ അത് രണ്ടും മറിച്ച് വെച്ചു വന്നു. എന്നിട്ട് 50 മിനിറ്റ്സിൽ ഞാൻ നോക്കുകയാണ്. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമാണ്. 50 മിനിറ്റ്സിൽ ഞാൻ നോക്കുകയാണ്
ഓക്കെ, എന്താണ് ഇവിടെ ഇവിടെ മൈനർ ഓൾറെഡി എന്ത് ചെയ്തു? ആദ്യം മൈനർ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, മേജർ സ്ട്രക്ചറും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇല്ലേ? മൈനറും ചെയ്തിട്ടുണ്ട്, മേജറും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഇത് മൈനർ ആണെന്നുള്ളതും മൈനർ സ്ട്രക്ചർ ആണെന്നുള്ളതും ഇത് മേജർ ആണെന്നുള്ളതും മനസ്സിലാവണില്ലേ? പറയ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആളുകളുണ്ടോ? കാരണം എന്തുകൊണ്ടാണ് മേജറാന്ന് വെച്ചാൽ ഇതൊരു മേജറായിട്ടുള്ള ഇത് വീണിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് മേജറാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ചെയ്തതിൽ മാത്രമല്ല, രണ്ടും ചെയ്യലും ഇവിടെ മൈനറിനെയും മേജറിനെയും വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് കയറി പോയിട്ടുണ്ട്. ഓക്കെ, റീടെസ്റ്റ് ചെയ്ത് കയറി പോയിട്ടുണ്ട് ഇല്ലേ? പിന്നെ നെക്സ്റ്റ് മേജർ ചെയ്താൽ വരുന്നത് എനിക്ക് ഇതാണ് അല്ലേ? ഇതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. പോട്ടെ, അത് പോയി കഴിഞ്ഞിട്ട് മുകളിൽ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് മൈനറുകളെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഞാൻ മാർക്കറ്റ് ഇങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരുപാട് മൈനറുകളെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് മൈനറുകളെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താണ്? കൺസോളേഷൻ ഏരിയ അല്ലേ? ആയോ? കൺസോളേഷൻ ഏരിയ. ഓക്കെ, കൺസോളേഷൻ ഏരിയ. അപ്പോൾ ഇതൊരു മേജർ ഏരിയ ആണ്. മേജർ ഏരിയ ആണ്. ഇതൊരു മൈനറാണ്. ഞാൻ മൈനറിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്. മൈനറിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മേജർ ആവണമെങ്കിൽ എന്താണ്? ഇനി വരേണ്ട മേജർ ഇവിടേക്ക് എടുക്കുന്നത് അല്ലേ? അപ്പോൾ അവിടേക്ക് എത്തിയാലാണ് നമ്മുടെ മേജർ ആവും. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. വരൽ മാത്രമല്ല, അതിനെ ബ്രേക്കൗട്ട് ചെയ്ത് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്യലും മേജറിനെ റീടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മേജറിനെ റീടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ തവണ റീടെസ്റ്റ് ചെയ്യാൻ വന്നു. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു സപ്പോർട്ടിൽ വന്നിരിക്കുന്നത് നമുക്ക് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെടുത്തു. രണ്ടാമത്തെ തവണ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി. രണ്ടാമത്തെ തവണ ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ആണ് അടുത്ത സിങ്ങിൻ്റെ ഇതെടുത്തു ഇല്ലേ? അടുത്ത സിങ്ങിൻ്റെ എടുത്തു. മൂന്നാമത്തെ തവണ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തു? മുകളിലുള്ള ഇതിനെ എന്ത് ചെയ്തു? മൂന്നാമത്തെ തവണ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിനെ എടുത്തു. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു സ്ട്രക്ചർ ചേഞ്ച് ആയി ഇല്ലേ? ഇവിടുന്ന് ഒരു സ്ട്രക്ചർ ചേഞ്ച് വന്നു. ഓരോ തവണ എടുക്കുമ്പോഴും നോക്കിക്കോളൂ. ഇവിടുന്ന് ഒരു സ്ട്രക്ചർ ചേഞ്ച്, മൈനർ സ്ട്രക്ചർ വന്നു. മൈനർ സ്ട്രക്ചർ മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം മൈനർ സ്ട്രക്ചർ ചേഞ്ച് വന്നു. ബ്രേക്ക് ചെയ്ത് വന്നു. വീണ്ടും ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്തു. മനസ്സിലായോ? ഇത് ആരെടുക്കുന്നതിന് മനസ്സിലായോ? ഇല്ല, എനിക്കറിയാം ഇല്ല എന്നുള്ളത്. കാരണം ഇവിടെ SMC ICT ഒക്കെ പറഞ്ഞു തന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനതിന് അഡ്വാൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്കും പിടുത്തം കിട്ടില്ല. ഇല്ല.